നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാണ്? സമാധാനമായി ജീവിക്കാനും കുറച്ച് പണമുണ്ടാക്കാനും വേണ്ടിയല്ലേ? പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? മാസം 1 ശമ്പളം വരുന്നു, 10 ആകുമ്പോഴേക്കും അത് എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല. പലരും വിചാരിക്കുന്നത് കൂടുതൽ പണമുണ്ടാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാണ്. എന്നാൽ സത്യം അതല്ല. പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മൾ സമ്പന്നനാകൂ. ഈ 6 മിനിറ്റ് നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ മാറ്റാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മടിയൊന്നും കൂടാതെ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മാസം 40,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാണോ? എങ്കിൽ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ വെറും പാവപ്പെട്ടവനാണ്. അതെ, കേൾക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വരുന്നതിനേക്കാൾ വേഗത്തിൽ അത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു പണം ഉണ്ടാക്കുന്ന ഏജന്റ് മാത്രമാണ്. സമ്പന്നനാകാൻ എത്ര കിട്ടുന്നു എന്നതല്ല, എത്ര ബാക്കി വെക്കുന്നു എന്നതാണ് കാര്യം. ആ രഹസ്യം അറിയണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. 2 സുഹൃത്തുക്കൾ. ഒരാൾക്ക് മാസം 1,00,000 രൂപ ശമ്പളം, മറ്റൊരാൾക്ക് വെറും 20,000 രൂപ. 10 വർഷം കഴിഞ്ഞപ്പോൾ 1,00,000 വാങ്ങിയവൻ കടക്കെണിയിലായി. 20,000 വാങ്ങിയവൻ സ്വന്തമായി വീടും കാറും വാങ്ങി, വലിയൊരു സമ്പാദ്യമുണ്ടാക്കി. ഇത് വല്ല സിനിമ കഥയുമാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ ഇടയിൽ എന്നും നടക്കുന്ന കാര്യമാണ്. പണം ഉണ്ടാക്കാൻ തല വേണോ അതോ പഠിപ്പ് വേണോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മരിക്കുന്നതുവരെ നിങ്ങൾക്ക് പണിയെടുത്തേ പറ്റൂ. ഉറങ്ങുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന ആ വിദ്യ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടിയുള്ള വെറും അടിമപ്പണിയായിത്തീരും. പണത്തെ നിങ്ങളുടെ അടിമയാക്കണോ? എങ്കിൽ വായോ, നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പോസ്റ്റ്മോർട്ടമാണ്. കഴിഞ്ഞ മാസം നിങ്ങൾ ചിലവാക്കിയ പണം എത്രയൊക്കെയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചായ കുടിക്കാൻ, വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ, അനാവശ്യമായി ഓൺലൈനിൽ കണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെയാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ പ്രസക്തി. വലിയ പേര് കേട്ട് പേടിക്കണ്ട. ലളിതമായി പറഞ്ഞാൽ വരവും ചിലവും എഴുതി വെക്കുക. ഒരു ചെറിയ ഡയറി എടുക്കുക. 1 രൂപ ചിലവായാൽ പോലും അത് അതിൽ എഴുതുക. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഇത്രയും പണം ഞാൻ വെറുതെ കളഞ്ഞോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കും. ആ തിരിച്ചറിവാണ് സമ്പന്നനാകാനുള്ള ആദ്യ പടി. അടുത്തതായി ആവശ്യവും അത്യാഗ്രഹവും തിരിച്ചറിയുക. നമ്മുടെ നാട്ടിൽ ഒരു സ്വഭാവമുണ്ട്. അയൽവാസി ഒരു പുതിയ കാർ വാങ്ങിയാൽ ഉടനെ നമ്മളും ഒരെണ്ണം വാങ്ങാൻ ശ്രമിക്കും. ഇതിനെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ ജീവിക്കുക എന്ന് പറയുന്നത്. പണം ചിലവാക്കുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇത് എനിക്ക് അത്യാവശ്യമാണോ അതോ ആഗ്രഹമാണോ? ഭക്ഷണം, വാടക, മരുന്നുകൾ എന്നിവ ആവശ്യങ്ങളാണ്. എന്നാൽ പുതിയ മോഡൽ ഫോൺ, കാർ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എന്നിവ മിക്കപ്പോഴും ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ മാറ്റിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നിങ്ങളുടെ കയ്യിലുള്ള പണം നോക്കി മാത്രം വേണം. കടം വാങ്ങി ആഡംബരം കാണിക്കുന്നത് ആത്മഹത്യാപരമാണ്. കടം എന്ന ചിലന്തി വലയെപ്പറ്റി നമുക്ക് സംസാരിക്കാം. കടം വാങ്ങാത്ത മലയാളികൾ കുറവാണ്. വീട് വെക്കാൻ ലോൺ, കാർ വാങ്ങാൻ ലോൺ, ഒടുവിൽ കല്യാണത്തിന് വരെ ലോൺ. കടം വാങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ ഭാവിയിലെ അധ്വാനത്തെയാണ് പണയം വെക്കുന്നത്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡുകളും ആപ്പുകൾ വഴിയുള്ള ലോണുകളും. ഇവയുടെ പലിശ എന്ന് പറയുന്നത് നമ്മളെ തളർത്തുന്നതാണ്. നിങ്ങളൊരു 10,000 രൂപ ലോൺ എടുത്താൽ അത് തിരിച്ചടച്ചു തീരുമ്പോഴേക്കും വലിയൊരു തുക പലിശയായി പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ മുൻഗണന നൽകുക. ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം ആദ്യം തീർക്കുക. കടമില്ലാത്ത രാത്രിയിലെ ഉറക്കം തരുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. സമ്പാദ്യം മാത്രം പോരാ, നിക്ഷേപം വേണം. സമ്പാദിക്കുക എന്നാൽ പണം മാറ്റിവെക്കുക എന്നാണ്. നിക്ഷേപിക്കുക എന്നാൽ പണത്തെ പണിയെടുപ്പിക്കുക എന്നാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മാസം 2,000 രൂപ കുടുക്കയിൽ ഇട്ടുവെക്കുന്നു എന്ന് കരുതുക. 10 വർഷം കഴിഞ്ഞാലും അതിൽ വലിയ മാറ്റമുണ്ടാവില്ല. എന്നാൽ ഇതേ പണം നല്ലൊരു നിക്ഷേപ പദ്ധതിയിൽ ഇട്ടാൽ, ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഓഹരി വിപണി ഇട്ടാൽ അത് ഇരട്ടിയോ അതിലധികമോ ആയി വളരാം. ഇതിനെയാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ചെറിയ ലാഭമേ കാണിക്കൂ, പക്ഷേ 10-15 വർഷം കഴിയുമ്പോൾ അതൊരു വലിയ മരമായി വളരും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം അവിടെ വളർന്നുകൊണ്ടിരിക്കും. ജീവിതം എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജോലി പോയാൽ? ഇതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്.
നിങ്ങളുടെ മാസ ചിലവിൻ്റെ 6 മടങ്ങെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ തൊടാതെ മാറ്റിവെക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ഇൻഷുറൻസ്. ഒരു ചെറിയ തുക കൊടുത്ത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ വലിയൊരു ആശുപത്രി ചിലവ് വരുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യം കയ്യിൽ നിന്ന് പോകില്ല. ഇത് പണം ഉണ്ടാക്കുന്ന പരിപാടിയല്ല, മറിച്ച് ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടാതെ നോക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. 1. ചിലവുകൾ എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക. 3. കടങ്ങൾ വേഗത്തിൽ തീർക്കുക. 4. പണം നിക്ഷേപിക്കാൻ നല്ല രീതിയിൽ പഠിക്കുക. 5. ഒരു സുരക്ഷാ നിധി ഉണ്ടാക്കുക. സമ്പന്നനാകാൻ ഭാഗ്യം വേണ്ട, ക്ഷമയും അച്ചടക്കവും മതി. ഇന്നു മുതൽ ചെറിയ രീതിയിൽ തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. കാരണം അവരും സാമ്പത്തികമായി രക്ഷപ്പെടട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.